തൃശ്ശൂരിൽ ബി.ജെ.പി ജയിക്കുന്നു, അതുപോലെ 11 മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. തൃശ്ശൂർ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ ബി.ജെ.പിക്ക് പോയി. തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരിൽ ബി.ജെ.പി ജയിക്കുന്നു, അതുപോലെ 11 നിയമസഭാ മണ്ഡലങ്ങളടക്കം ബി.ജെ.പി 2ാം സ്ഥാനത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഇവിടെ ബി.ജെ.പി ശക്തി തെളിയിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ ബഹുജന സ്വാധീനത്തിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വർധന വന്നതായി കാണുന്നുണ്ട്. പക്ഷേ അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നയത്തോട് അനുകൂലമല്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും ശക്തമായി എതിർക്കുന്നു. ആ പൊതുവികാരമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് വരാൻ സാധ്യതയുള്ളതല്ല. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ബി.ജെ.പിക്ക് എന്തുകൊണ്ട് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനതയാകെ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടി എന്ന കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാ പാർട്ടികളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും പൊതുവായി സ്വീകരിക്കും. അല്ല, ഇത് തീർന്നോ? അത് നിങ്ങൾ പോയി വേറെ പണി നോക്കി. ഇത് കുറേ കാലമായല്ലോ കൊണ്ട് നടക്കും. അത് ചിലരുടെ കേരള കൗമുദി എന്ന് പറഞ്ഞത്, നിങ്ങൾ കേരള കൗമുദിക്കാരനാണോ? അവർക്ക് എന്തോ അവിടെ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് വാർത്ത എഴുതാൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി നിങ്ങളിതിനെ എല്ലാ മാധ്യമക്കാരും ഏറ്റെടുക്കുന്നു. അത് അവർ നോക്കിക്കോട്ടെ. രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഞാനതല്ല, എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെ എന്തിനാ എന്താ ഇപ്പോഴതിൻ്റെ പ്രസക്തി? ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താ? അപ്പം ഒരു പ്രതികരണമില്ല. ഒരു പ്രതികരണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വിധി വരിക. പിന്നെ എന്തിനാ അതിൻ്റെ പ്രസക്തി ഉള്ളത്? ആവശ്യപ്പെടുന്നതിലും ചോദിക്കുന്നതിലും ഒന്നും ഒരു തെറ്റുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ, സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതുവഴി സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ പാർട്ടികളും പരിശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടക പാർട്ടികൾക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാം. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു പൊതുവായിട്ടുള്ള തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കും. ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഇതൊക്കെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ UDF-ന് 18 സീറ്റ് കിട്ടിയത്, എങ്ങനെയാണ് കേരളത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അവർക്ക് ചില മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവായൊരു അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ഞങ്ങളത് കൂടുതൽ പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് പരിശോധിച്ച് കുറവുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ടെ കേരള കോൺഗ്രസ് അവർ പരസ്യമായി തന്നെ പറയുന്നു തങ്ങൾക്ക് സീറ്റ് കിട്ടാതെ പറ്റില്ല. അതിൽ അവർ പറയുന്ന ഞാൻ പറഞ്ഞു ന്യായം എന്ന് പറയുന്നത് അവർക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ല. CPI ആണെങ്കിൽ 4 സീറ്റും തോറ്റു. ഇത് എങ്ങനെ പരിഹരിക്കാനാണ് CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും? എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കാത്തിരിക്കും. അപ്പോൾ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അപ്പോൾ മനസ്സിലാക്കാം. അത് സാധാരണഗതിയിൽ അതൊക്കെ ഒരു ഞങ്ങളുടെ മുമ്പിൽ അതൊന്നും വലിയൊരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ മുമ്പിലൊന്നും ഇത് സ്വാഭാവികമായും അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയാൽ ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ വരെന്താ ഇവിടെ പ്രശ്നം? ഒരു മന്ത്രിയെ വരും, തീർച്ചയായും അതിന് പകരം ഒരു മന്ത്രി വരും. അത് സ്വാഭാവികമായൊരു പ്രോസസ്സല്ലേ. അതെല്ലാം ഞങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ. ഞങ്ങൾ ഇത്തരം ഒരു കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായത് ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രചരണം കേരള സമൂഹത്തിൽ നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി. അതിൻ്റെ ഫലം പക്ഷേ ഞങ്ങൾക്കല്ല ലഭിച്ചത്. അതിൻ്റെ ഫലം ലഭിച്ചത് UDF-നാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, അവസാനിപ്പിക്കണമെന്നില്ല, തുടരാം. തൃശ്ശൂരിൽ സംഭവിച്ചത് CPM-ന്റെ വോട്ടുകൾ, ഇടത് വോട്ടുകൾ BJPക്ക് പോയി. അവർ പറയുന്നതാണ് BJPക്ക് പോയി. അതിന് കാരണം ജാവ്ദേക്കറും VP തമ്മിലൊരു ധാരണയുണ്ടാക്കി പല കേസുകളും, കരുവന്നൂർ അടക്കമുള്ള കേസുകളിലൊന്ന് ചവിട്ടാൻ വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കിയതിന്റെ ഫലമാണ് അതാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ ജാവേദ്കർ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടില്ല, നമ്മുടെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ലേ? അദ്ദേഹം കാണാത്ത നേതാക്കൾ ആരായിട്ടുള്ള ഇവിടെ? അതെന്താ നിങ്ങൾക്ക് മറന്നു പോകുന്നത്? നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോടും
രമേശ് ചെന്നിത്തലയോട് പോയി ചോദിക്കും, അതിനുശേഷം വന്ന് എന്നോട് ചോദിക്കും, അപ്പോൾ ഞാൻ പറയാം.